എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസ് സിനിമാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ആ റൈറ്ററിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. എന്ന് വെച്ച് ഇതിൻ്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല, നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത്. അതുകൊണ്ടിട്ടാണ് ഡയറക്ടറിൻ്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന്. അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വേറെ ഫാമിലിയാണ്, വേറെ അപ്പൻ, വേറെ അമ്മ. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. ഇപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു, പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്തെന്നറിയത്തില്ല, ദിലീപേട്ടൻ്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറെ ഒന്നല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തതെന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, ആര് അഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ, അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവും. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു,
ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പോൾ വന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവായിട്ട് ഞാൻ ഇതില് ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷീറ്റിലൂടെ ഉള്ളു പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ. പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്കെപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ പിയുനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, ബിൻഡോ ആയിക്കോട്ടെ. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു 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 വേറിട്ട സിനിമയായിരിക്കും അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സിനിമയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും, പക്ഷെ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോണി ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ, ഞാൻ എൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വെർഷൻ കണ്ടപ്പോൾ ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, സൗണ്ട് മിക്സിംഗ്. അപ്പോൾ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത്, ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത്, ഈ പടം എത്രയോ മേലിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഫംഗ്ഷന് ഞാനായിട്ട് ആരെയും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. മാജിക് ഫ്രെയിംസിന്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററൊക്കെയാണ് എല്ലാവരെയും വിളിക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ദിലീപേട്ടൻ പല പല കോമഡിയും പറയും, നിങ്ങൾ ചിരിക്കണം. അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജോണി ചേട്ടൻ പറയില്ലേ? ഇല്ല. അപ്പം എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ, ഈ സിനിമയുടെ കാര്യമല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. എനിവേ, താങ്ക് യു, നന്ദി.
എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ശാരിസ് ചിരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. സിനിമയുടെ ലോഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഷാരിസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരിസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഡിജോ സഹോദരനാണ്. ഡിജോ തുടക്കം തൊട്ട് ഈ സിനിമയുടെ കൂടെ തന്നെയുള്ള ആളാണ്. അരുൺ ബൈഗ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ വേണ്ടി കൂടെ വന്നേക്കുന്ന ആളാണ് ഡയറക്ടർ അരുൺ ബൈഗ. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ പോലും വിളിച്ച് ചോദിക്കാറില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ. 3 ദിവസം കൂടുമ്പോൾ ജോണി എണ്ണിച്ചേട്ടൻ ചോദിക്കും എന്താടാ. അങ്ങനെ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന കഥ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരുന്ന, അതിനിപ്പോൾ എന്താ ഇത്രയല്ലുള്ള കാര്യം എന്ന് പറയുന്ന കൂടെ തന്നെ നിൽക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ലിസ്റ്റിൻ പ്രൊഡ്യൂസറായി വന്നതോടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ തീർച്ചയായും ദിലീപേടൻ 150ാമത്തെ പടമാണെങ്കിലും 1ാമത്തെ പടം പോലെ അഭിനയിക്കുന്ന ആ ടെൻഷനും ആ സ്നേഹവും ആ റെസ്പെക്റ്റിലും നിൽക്കുന്ന ദിലീപേടൻ വന്നതോടി ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പടത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഈ ഫാമിലി എന്ന വാല് പോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ്. എല്ലാവർക്കും കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുന്ന അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉള്ള പ്രിൻസിൻ്റെ കഥയാണ്. പ്രിൻസ് ഈ ഫാമിലിയുടെ സോളാണ്. പ്രിൻസ് എന്ന് പറയുന്ന ആളുടെ ലൈഫാണ് ഈ സിനിമ. അത്രയേ ഉള്ളൂ സിനിമയെക്കുറിച്ച് പറയാൻ. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് അന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും ഇനി എത്രയോ സിനിമകളുടെ ലോഞ്ച് ഇവിടെ നടക്കാതിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത് കുറെ ഈ പറയുന്ന പോലെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള സിനിമയാണ്. അതുമാത്രമല്ല തൻ്റെ ഒരു ഫസ്റ്റ് സിനിമയും കൂടെയാണ്. ഇതിന്റെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡേ 1 ദിലീപേട്ടന് വെച്ചിട്ട് ആക്ഷൻ പറയുന്നതും അവസാന ദിവസം പാക്കപ്പ് പറയുമ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ദിലീപേട്ടനെ വെച്ച് ആക്ഷൻ പറയുക എന്ന് പറയുന്നത് ആദ്യമായി അഭിനയിക്കുന്ന ഒരാളെ പോലെയാണ് ദിലീപേട്ടൻ അഭിനയിക്കുന്നത്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മുടെ കൂടെ അത്രയും കൂടെ തന്നെ നിന്ന് കൂളായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ദിലീപേട്ടനെ തോന്നിയത്. അതായത് ഇത്രയും വലിയ സ്റ്റാർ ആണെന്നോ അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ സെറ്റിനകത്ത് വന്നിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ഫാമിലി, ഈ പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. കാരണം എല്ലാ ജോലിയിലും പോലെ ഈ സിനിമയിലും കുറെ അധികം കഷ്ടപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഹാർഡ് വർക്കാണ് ഈ സിനിമ ഇപ്പോൾ ആയത്. സിനിമയുടെ ലാസ്റ്റും ആ ഫീൽ തന്നെയാണ്. സിനിമ ഡേ 1 എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഡേ എൻഡിലും. വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി. കുറച്ച് സമയം എടുക്കും, പ്ലീസ് ബെയർ വിത്ത് മീ. ഈ സിനിമയുടെ ഒരു ജേണിയിൽ കടന്നു പോകുമ്പോൾ പല പോയിന്റിലും ഞാൻ എൻ്റെ ടീമിനോട്, ബിൻഡോനോട്, ഡയറക്ഷൻ ടീമിനോട്, സനലിനോട്, സാഗറിനോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം മൈക്ക് നമ്മുടെ കയ്യിൽ വരുവോടാ, ഒരു ദിവസം ഈ മൈക്ക് നമ്മുടെ കയ്യിൽ വരുവോടാ. ആ മൈക്ക് ഞങ്ങൾ നേടിയെടുത്താണ്, ഈ ടീം നേടിയെടുത്താണ്. മാജിക് ഫ്രെയിംസിൽ ഞാൻ ആദ്യം വരുമ്പോൾ, ജനഗണമനയ്ക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടിയുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വരുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യയും കഴിഞ്ഞ് പ്രിൻസ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രെയിംസിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അൺസെൻസേർഡ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു അച്ചടക്കം ഉണ്ടാവില്ല. പക്ഷെ ഇതിൻ്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ, ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. അത് ഞാൻ വേറൊരു നടൻ്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടൻ്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല, ദിലീപേട്ടൻ്റെ ബിഗ് ഫാൻ. ഞാനിവിടെ മാത്രമേ പറയുള്ളൂ ബിഗ് ഫാൻ. ആ ഫാൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ട. ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. പറയാനറിയില്ല. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ്.
എടവനക്കാട് എന്ന് പറഞ്ഞ പഞ്ചായത്തില് ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനിനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങൾ അവിടെ ദുരിതാശ്വാസത്തെ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത് അവിടെ നിന്ന് മനസ്സിൽ കയറ്റിയതാണ്. ആ ദിലീപേട്ടന് വേണ്ടി എനിക്കറിയില്ല ഒരു 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 സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ ധൈര്യം എനിക്ക് തന്നത് ബിൻഡോ ആണ്. ചിലപ്പോൾ തോന്നും ഇത് എന്താ ഈ ഒരു പടത്തിന്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി. ആ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ലിസ്നേട്ടാ ദിസ് മൂവി ഈസ് ഫോർ യു. നിരാശപ്പെടുത്തില്ല. ലിസ്നേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്നു. ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക്ക് സേട്ടൻ, എൻ്റെ അത്ര അടുത്ത സുഹൃത്ത് ജെയ്ക്ക് സേട്ടൻ പറഞ്ഞിട്ടുണ്ടാ അധികം സംസാരിക്കണ്ട, സിനിമ സംസാരിക്കട്ടെ എന്ന്. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഈ ടീം, എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ, ഞങ്ങളുടെ എഡിറ്റർ സാഗർ, ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു പേര് ഞാൻ പറയാതെ പോരുത്, ജോണി ചേട്ടൻ. ബിൻഡോ പറഞ്ഞതാണ്, ഞാൻ പറയും, എല്ലാവരും പറയും ജോണി ചേട്ടൻ താങ്ക് യു. ഒരു കാര്യം വിത്ത് 100% കൺവിക്ഷൻ പറയുന്നു, ഈ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു. കാരണം ഈ സിനിമയിൽ 1% പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. 100% ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ പടത്തിന്റെ റിസൾട്ട് എന്തും ആവട്ടെ, നാളെ റിലീസിന്റെ അന്ന് വനിതയിലല്ലേ ബിൻഡോ, റിലീസിന്റെ അന്ന് വനിതാ തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങളെയും റിസൾട്ടും പറഞ്ഞാൽ ഈ പടം ഗംഭീര പടം ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ 100% എഫേർട്ട്, ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കാനാണ്. ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇരുന്നിട്ട് അതിന്റെ മ്യൂസിക് കറക്ഷനിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ്. പ്രിൻസിന്റെ ഫാമിലി ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ. ഇതിൽ പ്രത്യേകം പറയേണ്ട 2 പേരുകളുണ്ട്. റിയാസ്, ദിലീപ് ഭട്ടന്റെ ഫാൻസിൽ റിയാസ് ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം തോന്നി. ഫാൻസുകാർ ഞങ്ങളെടുത്ത് പറഞ്ഞു, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ഷോ അല്ല നടത്താം, 14 ജില്ലയിലും ഫാമിലി ഷോ നടത്താം എന്ന് പറയുന്ന ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ നിൽക്കുന്ന ഫാൻസ് ദിലീപ് ഭട്ടന് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് തീർക്കണം. ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ്, ഈ സിനിമയെ ഏറ്റവും വലുതാക്കി അവതരിപ്പിക്കാനുള്ളതല്ല. ഇത് 84 ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ലിസ്നേട്ടൻ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കുടുംബചിത്രമാണ്. ആ കുടുംബചിത്രം ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തരുടെയും പേര് എനിക്കില്ല, ഷിബോട്ടൻ, ആരുടെ പേരുകൾ ഞാൻ ഒരാളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കുകയാണ്. ഗോകുൽ ഇവിടെ ഉണ്ടോ? അസിസ്റ്റന്റ് ഡയറക്ടർ ഗോകുൽ, പ്ലീസ് കമന്റ്. ഗോകുൽ ഇവിടെ ഉണ്ടോ? ഒരാൾ ഗോകുൽ ഉണ്ടോ അവിടെ? ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ആണ്. അതിൽ വേണ്ട. ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനില് ഇത്രാമത്തെ ഡയലോഗ് ഇവിടെ ഉണ്ട്, ഇത്രാമത്തെ റീലില് ഇത്രാമത്തെ മ്യൂസിക് സണില് ഇവിടെ ഉണ്ട്. ഇന്നലെ നമ്മൾ ചെയ്ത CG ഷോട്ട്സിന്റെ കറക്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഹാർഡ് ഡിസ്ക് ഇപ്പോ ഡിജോയുടെ കയ്യിലാണ്. പള്ളിച്ചട്ടമ്പി കൊണ്ടുപോയി ഈ ഹാർഡ് ഡിസ്ക്. അപ്പോ പുണ്യാൾ നഗർ ബത്തീസിലൊരു ഡയലോഗ് ഉണ്ട് ഇതിൽ കേട്ടോ, മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മുതലാളി പറയുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒരു നല്ല കാലം വന്ന ഹേമന്ത് അത് ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും അവകാശപ്പെട്ടത്. ഓരോരുത്തർക്കും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ 2 വാക്ക്, കാരണം ഇത്രയും പറഞ്ഞല്ലേ ഷാസിക, എന്തിനാണ്ടോ സന്തോഷം മാത്രമേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് നിറഞ്ഞിരിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ഹാപ്പി അല്ലേ? പടം ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെയാണ്. പടത്തിന്റെ റിസൾട്ട് എന്തോ ആവട്ടെ, അത് പ്രേക്ഷകരെ തീരുമാനിക്കണം. ഞങ്ങൾ ഹാപ്പിയാണ്.
ഒരു കാര്യം കൂടെ, ചെറിയൊരു കാര്യം കൂടെ, അതും പറഞ്ഞ് നിർത്തുകയാണ്. കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥൻ ഡെന്നിസ് ജോസഫ് സാറാണ്. ഡെന്നിസ് ജോസഫ് സാർ ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട്, ജോഷ് സാറിൻ്റെ സിനിമ ചെയ്തിട്ട്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത് ആരെ കാണിച്ചാൽ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രിയൻ സാറിനെ പടം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ സാർ ഓക്കെ പറഞ്ഞു കൊടുത്താണ് ആ പടത്തിന് ഒരു കോൺഫിഡൻസ് വരുന്നത്. ഈ ചിത്രം ഞങ്ങൾ ഡിജോ ജോസ് ആന്റണിയെ കാണിച്ചു. ദാറ്റ്സ് അവർ കോൺഫിഡൻസ്. എൻ നൻപൻ, എൻ്റെ എല്ലാം, എൻ്റെയും ബിൻഡോ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഡിജോ, താങ്ക് യു ഓൾ. അപ്പോൾ 9-ാം തീയതി വനിതയിൽ കാണാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിൻ ആൻഡ് ഫാമിലി ക്രൂ ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ 2ാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. ബിൻഡോ ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ഞാൻ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട്, ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്, അല്ല ദിലീപേട്ടൻ? ഇത്രയും നാൾ നീണ്ട് ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിൻഡോയൊക്കെ ഇവിടെ നിന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവരുടെ ആ ഒരു ഡബ്ബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയണ്ട, ഇപ്പോഴും ഇരുന്ന് കരയുക. നന്നാവും ഷാരിസ്. ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിനും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട്, സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിന് ഇപ്പോൾ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പാട്ടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്രയിൽ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട, താങ്ക് യു ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ലിസ്റ്റിനെ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരിസും ജോൺ ചേട്ടനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിൻ്റെ അവറാച്ചൻ ആൻഡ് സൺസിൽ. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിങ് നമ്മൾ ഡയറക്ടർ കൂടെ ആയിരുന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൻ വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒരു കാര്യം ഞാൻ പറയാം, പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുമ്പോൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് എൻ്റെ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഈ ജൂലൈ 4-ന് 22 വർഷമോ മൂസ ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യം,
എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള നടൻ ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്നില്ല, കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അത് ഇനിയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോടൊരു കഥ പറയാൻ പറ്റുമോ, എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. എടാ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ നീ എന്തിനാ ജോലി എന്തിനാ, കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാ നമ്മൾ ഉള്ള കാര്യം പാറ്റ അടിക്കുന്നത്. അപ്പം അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം, ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ എന്താ പറയണ്ടേ എത്രയോ പടങ്ങൾ, ഷാഫി ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുള്ളത്. തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയെത്തി. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീണ്ടും നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെ, അപ്പം നമ്മൾ എനിക്ക് തന്നെ തോന്നുന്നു കർത്താവേ ഇതിങ്ങനെ ശരിയാവും. ഇപ്പം നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഒരു ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ചോദിക്കാം, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റ് വേദന ഉള്ളായിരിക്കും, എന്നാലും പേഷ്യൻ്റ് എൻ്റെ കൊച്ചു രക്ഷപ്പെടുമോ ഡോക്ടർ, അപ്പോൾ നമുക്ക് ഡൗട്ടാവും ദൈവമേ രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ ഷാരിസ് ചോദിച്ചോട്ടോ. എനിക്ക് തന്നെ തോന്നുന്നു കർത്താവ് ഇനി ഞാൻ ചെയ്താൽ ശരിയാവോ, പിന്നെ ഈ സംശയം തീരത്തേയില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ള. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് സ്വരാജിൽ കൊടുക്കട്ടെ. അതുപോലെ ബിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ബിൻഡോയ്ക്ക് ആരെയും പിണക്കുന്ന ഇഷ്ടമല്ലേ, കേരള കോൺഗ്രസ്സുകാരനാ, ആരെയും ബിൻഡോ പിണക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടുകുളങ്ങാരൻ ക്രിസ്ത്യാനി അല്ലേ. അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവർക്ക് ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ഹലോ, എൻ്റെ ആദ്യത്തെ പടമാണ്. ഡെബ്യൂ ഫിലിം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, മാജിക് ഫ്രെയിംസിനെ പോലുള്ള വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, പിന്നെ ദിലീപേട്ടൻ്റെ ഒരു പടം, ഇതൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. വേറെ ഒന്നും പറയാനില്ല. ഈ ക്യാമറയ്ക്ക് മുന്നിലല്ല ബാക്കിൽ നിന്നിട്ട് പണിയെടുക്കാൻ താല്പര്യം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കാര്യം. എന്തിപ്പോൾ പറയാന്നറിയില്ല. ഞാൻ ബിൻഡോനെ ഉച്ചയ്ക്ക് കാണുമ്പോൾ ബിൻഡോ എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പുരിയില്ല, ഇപ്പം പുരിയത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡയലോഗ് ഇവിടെ പറയാനുള്ളത്. ഷാരിസ് മാസം ഇമോഷനൊക്കെ പറഞ്ഞ കയ്യടിയൊക്കെ വരിക്കൂട്ടി. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രിൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവി മായാമോഹിനിയായിരുന്നു. മായാമോഹിനിയിൽ ഞാൻ അസിസ്റ്റൻറ്റ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മൈ ബോസ് ആയിരുന്നു. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ മെയിൻ എഡിറ്ററായിട്ട് ദിലീപേട്ടൻ്റെ പ്രിൻസ്. ഒരു എഡിറ്ററിൻ്റെ ലൈഫിലെ പല പല ഘട്ടങ്ങളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ദിലീപേട്ടനൊപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കിന് കൊടുക്കുന്നു, മ്യൂസിക്ക് കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക്കിന് കൊടുക്കുന്നു, പിന്നെ എഡിറ്റിങ്ങിന് വരുന്നു, ട്രിം ചെയ്യുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ക്യൂൻ സിനിമയിലായിരുന്നു ഡിജോ. പക്ഷെ ഇതിൽ ഞങ്ങളത് വെട്ടിച്ചു.
അത്രത്തോളം തവണ അവിടെ ഇവിടെ ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റും അക്ഷയ്, അർജുൻ എല്ലാവരും കൂടി ഉണ്ട്. എല്ലാവരും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ 2 അനിയന്മാരിൽ ഒരു അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അതല്ലാതെ ഷാരിസ് ഈ സിനിമയുടെ 1 ലൈൻ എഴുതുന്ന സമയം തൊട്ട് എനിക്കറിയാം ഇവരനുഭവിക്കുന്ന ഒരു മെൻ്റൽ ഇതും എല്ലാം നമുക്കറിയാം. അതിൽ നിന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിലും മികച്ച രീതിയിൽ ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ലിസ്റ്റിൻ, ഷാരിസ്, ബിൻഡോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. ദിലീപേട്ടൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കൂടെ നിർത്തിയതിന് നന്ദി. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫങ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയുടെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ 4ാമത്തെ 6ാമത്തെ നിപ്പിൽ തന്നെ അങ്ങോട്ട് കയറി. അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാക്കർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിൻഡോനെയും ഷാരിസിനെയാണ്, ലിസ്റ്റിൻ ബൈ പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ മുന്നിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. എല്ലാ ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിൻ്റെ കഥ കേട്ടു. ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാൾ സർവൈവ് ചെയ്യാൻ, അയാൾ മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്.
ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ്, എൻ്റെ റൈറ്ററാണ്, എൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലേ, ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പോൾ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ ഞാൻ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്കും പറഞ്ഞേടാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. അപ്പോ അതുപോലെ തന്നെ ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് മറന്ന പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്ദുവും തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റാന്നും പറഞ്ഞ് ആ സാധനം ആരും എടുത്തുകൊണ്ട് പണ്ട് നോക്കിക്കോളാം. ഒരു 9-ാം തീയതി വരെ ഇത് നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9 ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെക്കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു ഫാമിലികൾ കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി. നമസ്കാരം. പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 റിലീസ് ചെയ്യാണ്. ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്, മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം ബിൻഡോ ആണ്. എൻ്റെ സിനിമ കരിയർ, സിനിമ സംഭവിക്കുന്നത് ശരിയാണ്, ഒരു എഴുത്തുകാരൻ്റെ തൂലികയിലൂടെ സിനിമ തുടക്കം കുറിക്കുകയാണ്. അത് കഴിഞ്ഞൊരു സംവിധായകൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിനിമ ആകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് വേണ്ടി അലഞ്ഞ്
അത് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ പുതിയ പിള്ളേരെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു, ക്വീൻ എന്ന് പറഞ്ഞു. അന്ന് ഷാരിസും ഞാനും കൂടെ അതിനുവേണ്ടി പുറപ്പെട്ട സമയത്ത് സംഭവം എല്ലാം ശരിയാ. എങ്ങനെയാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലി മാനേജ് ചെയ്യുക, ഈ സിനിമ മുന്നോട്ട് പോവുക, അതിന് വേണ്ട ഒരു ശക്തമായ ഒരു ഡയറക്ഷൻ ടീം വേണം എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ശരിയാണ്, സിനിമ ആക്ഷൻ കട്ട് പരിപാടിയൊക്കെ കൊള്ളാം, സിനിമ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, തലയിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് അത് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഡയറക്ഷൻ ടീമാണ്. അന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാണ്, ശരിക്കും പറഞ്ഞൊരു മാലാഖയെ പോലെ വന്നതാണ് ബിൻഡോ, ഈ ഇരിക്കുന്ന ബിൻഡോ സ്റ്റീഫൻ. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി അന്ന് എൻ്റെ ആദ്യ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എൻ്റെ കൂടെ നിന്ന ബിൻഡോ ഇന്ന് മെയ് 9 ശരിക്കും തിരശ്ശീലയിൽ സംവിധായകനാവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അതാണ്, മെയ് 9. ഞാൻ കുറച്ച് ഇമോഷണൽ ആവും, മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ബിൻഡോയുടെ അന്ന് തുടങ്ങിയ യാത്രയാണ്. അത് കഴിഞ്ഞ് ക്വീൻ കഴിഞ്ഞ് ജനഗണമന കഴിഞ്ഞ് മലയാളിയിലാണ് ആക്ച്വലി ഷാരിസും ബിൻഡോയും കൂടെ പ്രിൻസിന്റെ എഴുത്തും പരിപാടിയും അതിനെപ്പറ്റിയുള്ള ചിന്തയും വന്നത്. അപ്പോൾ ബിൻഡോയിൽ തുടങ്ങി, അതിലൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ഷാരിസ്, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അതേ ഷാരിസ് തന്നെ ബിൻഡോടൊപ്പം വന്നപ്പോൾ എനിക്ക് അതിലേറെ ഇരട്ടി മധുരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ദിവസമാണ്, എന്നെ സംബന്ധിച്ചോളം എൻ്റെയും ദിവസമാണ് മെയ് 9. പ്രിൻസ് ആൻഡ് ഫാമിലി. മൂന്നാമത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ, ജനഗണമന, മലയാളി 2 സിനിമ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ക്ലോസ് സർക്കിളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഫാമിലി ആയിട്ടാണെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ ലിസ്റ്റിന് എനിക്ക് ഭയങ്കര ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഷാരിസും ബിൻഡോയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഡിജോ ഓക്കെ ലിസ്റ്റിൻ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിന് ഏറ്റവും അധികം താങ്ക്സ് പറയുന്നത് ലിസ്റ്റിനോടാണ്. താങ്ക് യു ലിസ്റ്റിൻ. കാര്യം ഇതുപോലെ പ്രൊഡ്യൂസർമാർ, ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ അങ്ങനെയാണ്, നഷ്ടങ്ങൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. അപ്പൊ ഈ സിനിമയിൽ പുതിയ സംവിധായകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ കാശിറക്കാൻ ഒരാൾ വേണ്ടേ. അപ്പൊ അതിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന ലിസ്റ്റിൻ സ്റ്റീഫന് ശരിക്കും നന്ദി പറയാണ് ഈ മൊമെന്റിൽ. ഈ സിനിമ സംഭവിക്കാൻ മൂന്നാമത്തെ കാരണവും അതിന്റെ ഏറ്റവും മേളിലുള്ള കാരണവും ലിസ്റ്റിനാണ്. നാലാമത് ദിലീപേട്ടന്റെ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, സംവിധായകനൊക്കെ പിന്നീടാണ്, ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചത്. ബിൻഡോയും ഷാരിസും വിളിച്ചു പറയുന്നുണ്ട്, എടാ ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോവാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓർക്കണ്ട. ഞാൻ പറഞ്ഞു, എടാ പൊളിക്ക് ഉഷാറാവട്ടെ. അത് കഴിഞ്ഞ് ബിൻഡോയും ഷാരിസും അടുത്ത് പറയാം, എടാ ദിലീപേട്ടൻ ഓക്കെ പറഞ്ഞു. ആ മൊമെന്റാണ് ദിലീപേട്ട ശരിക്കും അടുത്ത ഒരു, അതായത് സിനിമ സംഭവിക്കാൻ ഒരു പുതിയ സംവിധായകന് ദിലീപേട്ട നിങ്ങൾ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, ലിസ്റ്റിൻ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള സംവിധായകരുടെ കൂടെ നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് നിങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. സത്യം പറഞ്ഞു വളർന്നു വരുന്ന ഓരോ ഡയറക്ഷൻ ടീമിലെ ഓരോരുത്തർക്കും കിട്ടിയ അവസരം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ദിവസം മെയ് 9 അത് കൺവേർട്ട് ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എല്ലാവരോടും ഈ സിനിമ ഞാൻ കണ്ടതാണ്, ഞാൻ പേഴ്സണലി പറയാണ് ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് ആകെ എല്ലാവരോടുമുള്ള ഒരു പോയിന്റ്, ഒരു സിമ്പിൾ കാര്യമാണ്, നിങ്ങൾ ഒരുപാടൊന്നും സ്നേഹിക്കണ്ട, നിങ്ങൾ സ്നേഹിക്കാനൊന്ന് ശ്രമിക്കുക. ഈ സിനിമ കാണാൻ മെയ് 9 തിയേറ്ററിലേക്ക് വരിക. പ്രിൻസ് ആൻഡ് ഫാമിലി, ഇത് നമുക്ക് വളരെ ഓപ്പണായിട്ട് റിലാക്സ് ആയിട്ട് വന്നിരുന്ന തിയേറ്ററിൽ നിന്ന് കാണാം. നമ്മുടെ ബിൻഡോയുടെ പടമാണ്, ഷാരിസിന്റെ ആണ്, ലിസ്റ്റിന്റെ ആണ്, ദിലീപേട്ടന്റെ പടമാണ്. അതിനൊപ്പം ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. സിമ്പിളായിട്ട് വരിക, കാണുക, നിങ്ങൾ മനസ്സ് ഹാപ്പിയാവും. ഇത് എൻ്റെ വാക്കാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ക്ലീഷ ഡയലോഗ് ആണെങ്കിലും മെയിൻ റീസൺ ഇസ് ലിസ്റ്റിൻ. പിന്നെ ദിലീപേട്ടൻ ഒരു പുതിയ സംവിധായകൻ അരങ്ങേറുന്നു, ഷാരിസ്, മാജിക് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു സിനിമ. ഇപ്പം
നമ്മുടെ MC പറയുന്നുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണിത്. അത് കേട്ടപ്പം ഞാൻ തന്നെ ഒന്ന് ഇവൻ ട്രാഫിക് മുതൽ ഈ ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്ക് 30 വരെ ആയോ എന്ന് ഞാൻ ചെറിയൊരു അമ്പരപ്പോട് കൂടി ആലോചിച്ചു. പക്ഷേ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡിജോ പറഞ്ഞതുപോലെ സിനിമ കണക്കുകൾ പുറത്തുവിട്ടും പുറത്തുവിടാതെയും പ്രതിസന്ധിയും എല്ലാമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടാവുക, നിലനിൽക്കുക, തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സംവിധായകന് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരന് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കഥ പറയണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് മുൻകൂർ കച്ചവടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ധൈര്യപൂർവ്വം സിനിമ എടുക്കാൻ മുന്നോട്ട് വരുന്ന ബിൻഡോയെ പോലുള്ള പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പോലുള്ളവരെ കടം ചോദിച്ചാൽ സിനിമ നടക്കാൻ വേണ്ടി കാശ് തരുന്ന ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ, ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി, നിർമ്മാതാക്കൾ നിലനിൽക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലിസ്റ്റിന് മാത്രമല്ല, സ്ഥിരം പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം തന്നെ തുടർച്ചയായി സിനിമകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ എന്നുള്ളത് തന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അളിയ, എൻ്റെ 100ാമത്തെ സിനിമയ്ക്കും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ നീഡ് ടു ബി ദെയർ. രണ്ടാമത് ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോൾ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മൾ ഒരു +2 കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടംപോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന്, അത് നമ്മുടെ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയനെ ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ അന്ന് മീശമാധവനും കല്യാണരാമനും പറക്കുന്നളയൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായ ഈ ഓഡിയോ ലോഞ്ച് വേദിയിൽ ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നുണ്ട്. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട, പ്രിൻസ് കാലക്കട്ടെ, മെയ് 9. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇവിടെ സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം, ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്റ്റ് ആവട്ടെ. അതുപോലെ ബിൻഡോ, പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ബിൻഡോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുണ്ട്. മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്. അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, ബിൻഡോയുടെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കാവുന്ന ഒരു ദിവസം കൂടി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ബിൻജേട്ടാ. അടുത്തതായി മാജിക് ഫ്രെയിംസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഗരുഡൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഡയറക്ടർ അരുൺ വർമ്മ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ബിൻഡോ എന്ന് പറയുന്ന ഡയറക്ടർ ബിൻഡോ ഡിജോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടൈം തൊട്ടേ അറിയാം. ബിൻഡോനെ പോലെ വളരെ ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നൊരു ആണല്ലോ. അത് നമ്മൾ അധികം നമുക്ക് കയ്യിൽ എണ്ണാൻ പോലും പറ്റില്ല. എത്ര ആൾക്കാർ ബിൻഡോനെ പോലെ ആൾക്കാരെ നമുക്ക് കിട്ടില്ല. വെരി വെരി നൈസ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ പുള്ളിയുടെ പടം പുള്ളി ചെയ്യുമ്പോൾ ആ പുള്ളിയുടെ ബ്യൂട്ടി, ഇന്നർ ബ്യൂട്ടി, അത് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഫേസസിലും സംസാരത്തിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ റിഫ്ലക്ഷനാണ് ഈ ഇമോഷണൽ റിഫ്ലക്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരുടെയും ഇമോഷനായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ ഇമോഷൻ ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റിൻ സാറിനെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. 2ാമത്തെ പടം പുള്ളിയോട് വർക്ക് ചെയ്യുന്നു. പുള്ളി
ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പ്രോത്സാഹനം എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ബിൻഡോയ്ക്കും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ടീസറും വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പോലും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ പ്രൊഡ്യൂസർ. ദിലീപേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ലീപ്പർ സെൽസിനെ പറ്റി പറയുള്ളൂ. ദിലീപേട്ടൻ്റെ സ്ലീപ്പർ സെൽസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് അവർ ഈ സിനിമ ഒരു വലിയ സക്സസ് ആക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാവരുടെയും എഫേർട്ടും എല്ലാവരുടെയും സ്ട്രെയിനും ഞാൻ കാണുന്നുണ്ട്. ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഇമോഷൻ എല്ലാവരുടെ അടുത്തും റീച്ച് ആവട്ടെ. മെയിനായിട്ട് എല്ലാവരും തിയേറ്ററിൽ വരണം, ഇത് കാണണം, ഇതൊരു വലിയ സക്സസ് ആക്കണം. താങ്ക് യു. ബിൻഡോയെ കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജനഗണമനയുടെ സമയത്തും മലയാളി ഫിലിം ഇന്ത്യയുടെ സമയത്തും എല്ലാം ബിൻഡോ ഇങ്ങനെ ഓടി നടക്കുകയും എപ്പോഴും ഹാപ്പിയാണ്, ചിരിച്ച് മാത്രം സംസാരിക്കും. വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ബിൻഡോ. അങ്ങനെ സോഫ്റ്റായി സംസാരിച്ച് ചാരീസും കൂടെ കൂടി മുതലാളിയെ പിടിച്ചു നല്ലൊരു പടം എത്തി നിൽക്കുകയാണ്. പിന്നെ ഒരു വാക്ക് എനിക്ക് ബിസിനസ് ടീമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഒരുപാട് ശാഖകളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആക്ടിങ് സ്കൂളും തിയേറ്റേഴ്സും ഡിസ്ട്രിബ്യൂഷനും റിലീസും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, എനിക്ക് ഇരിക്കപ്പുറതിയില്ല എന്നാണ് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ കേൾക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെ മാജിക് ഫ്രെയിംസിൽ ഒരുപാട് പേരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് കേൾക്കാനുള്ളൊരു സമയക്കുറവ്. കണ്ടിന്യൂസ് സിനിമ നടക്കുന്നു, 5-6 സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ലൈൻ പ്രൊഡ്യൂസേഴ്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്, ഇവർക്കൊന്നും കേൾക്കാനുള്ള സമയമില്ല. നീ നിന്റെ സമയം പോലെ ഒന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് തലയാട്ടിയതേ ഉള്ളൂ. ഇപ്പൊ പറയുകയാണ്, 1 വർഷം കൊണ്ട് എണ്ണം അറിയാവോ, 618 കഥ കേട്ടിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ തല മറിച്ചിരിക്കുക. അതിൽ നിന്ന് ഒരു 5-6 സിനിമകളോളം അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങുന്നുണ്ട്. അതിൽ ഒറ്റ കാര്യം പറയാം, നല്ല കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ഡോറ് ഓപ്പൺ ആണ്. ആർക്കും വന്ന് അവിടെ കഥ പറയാനും പറ്റും. ലാസ്റ്റായിട്ട് പറഞ്ഞാൽ ദിലീപേട്ടൻ ഇന്നും കൂടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുന്നതിന് മുന്നേ പഞ്ചാബി ഹൗസ്, പറക്കം തളിക, പാണ്ടിപ്പട ഇതിന്റെ കോമഡി എങ്ങിട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. എപ്പോൾ വീട്ടിൽ ടി വി വെച്ചാലും എന്തെങ്കിലും ഒരു കോമഡി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് കോമഡി, പിന്നെ പ്ലേ ആണ്. അപ്പൊ അത്രയും ഞങ്ങൾ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു വിജയമാകട്ടെ. വിൻഡോ അർഹിച്ച വിജയം. താങ്ക് യു. അടുത്തതായി മാജിക് ഫ്രെയിംസിലൂടെ തന്നെ അരങ്ങേറ്റി കുടിക്കാൻ പോകുന്ന ബിജു മേനൻ പടം അവറാച്ച ആൻഡ് സൺസിന്റെ ഡയറക്ടർ അമൽ തമ്പി. നമസ്കാരം. 2 വർഷമായിട്ട് എനിക്ക് ബിൻഡോനെയും ഷാരിസിനെ അറിയാം. ഈ പടത്തിൻ്റെ പുറകെ നടക്കുന്നതും പ്രയത്നിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ കണ്ടതാണ്. ഞാൻ കൊണ്ടുവന്നതാണ് സനലിനെ ഇവർ ഹൈജാക്ക് ചെയ്തതിന് ശേഷം ഞാൻ സനലിനെ വിളിക്കും, സനൽ നമുക്ക് പാട്ടിനൊരു പരിപാടിക്ക് ഇരുന്നാലോ? ഇല്ലല്ലോ, നടക്കൂല, അവിടെ ബിൻഡോയും ഷാരിസും ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു വീട് മാറി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോന്ന്. ആ രീതിയിൽ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ബിൻഡോയും ഷാരിസും ഇരുന്ന് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നെ പോയി റീവർക്ക് ചെയ്തിട്ട് വരികയാണ്. അത്രത്തോളം ഇവരിരുന്ന് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും. ദിലീപേട്ടൻ്റെ പടങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത്. ഒരു നല്ല പടം കാണാൻ ആഗ്രഹിക്കുന്നു. നല്ല പടമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഞാനിന്ന് ഉച്ചയ്ക്ക് ബിൻഡോയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു വലിയ ഹോർഡിങ്സിൽ ബിൻഡോ സ്റ്റീഫൻ, ഡയറക്ടർ ബൈ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് പറഞ്ഞു. മറ്റൊന്നല്ല, ബിൻഡോയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ നടന്നിട്ടുള്ള ആൾ ഞാൻ, എൻ്റെ സഹോദരനാണ്. എനിക്ക് തോന്നുന്നത് ഷാരിസിന് ഈ കഥ പ്രിൻസ് കുറച്ച് ബിൻഡോയാണ്, ബിൻഡോയുടെ ലൈഫിൽ നിന്നാണ് ഷാരിസ് എനിക്ക് ഈ കഥയുടെ തുടക്കം മുതൽ അറിയാം. പിന്നെ ദിലീപേട്ടൻ ഒരാഴ്ച മുന്നേ എൻ്റെ സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടാവും. അപ്പം ദിലീപേട്ടനെ കാണുമ്പോൾ സംസാരിക്കാൻ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്ന് ടെൻഷൻ കൊണ്ട് പറയാൻ വിട്ടുപോയി. ഞാൻ വെഡ്ഡിങ് വീഡിയോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ വെഡ്ഡിങ് ആണ് ലാസ്റ്റ് എടുത്തത്. പിന്നെ ഞാൻ സിനിമ ചെയ്തു.
അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ദിലീപ് ഏട്ടൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗുണ്ടജൻ സിനിമ ചെയ്തു. അപ്പോൾ ഇതന്ന് പറയാൻ പറ്റാ, സോറി. അപ്പോൾ പിന്നെ ലിസ്റ്റിൻ ചേട്ടൻ എൻ്റെ സിനിമ വന്ന് കണ്ടാണ്. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് നമ്മുടെ സിനിമ റിലീസ് മെയ് 23 പക്ഷേ എനിക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, എൻ്റെ 3ാമത്തെ സിനിമയാണ്. പക്ഷേ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സംവിധായകൻ്റെ അവസ്ഥ എനിക്കറിയാം. എൻ്റെ കൂടെ മിക്ക ദിവസവും എൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് ബിൻഡോ. മെയ് 9 ഡിജോ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ഞാൻ ഈ സിനിമ കണ്ടതാണ്. ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കണം അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കണ ദിലീപ് ഏട്ടനാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ജോണിച്ചേട്ടൻ എൻ്റെയും ബിൻഡോയുടെ സിനിമ നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരെയും വിളിച്ച് ഒരുപാട് സംസാരിച്ച മനുഷ്യനാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എല്ലാ നന്മയും സംഭവിക്കട്ടെ. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ബിൻഡോ ഒരു വലിയ സംവിധായകനായി മാറട്ടെ, അത് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കേട്ടോ, എൻ്റെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ ഓഡിയോ ലോഞ്ചിൽ വന്നപ്പോൾ ദിലീപ് ഏട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു സിനിമ മെയ് 9 ഇറങ്ങുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഞാനും പറയുകയാണ്. അന്ന് ദിലീപ് ഏട്ടൻ പറഞ്ഞു ഓഡിയോ ലോഞ്ച് നടക്കുമോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ച് പറയുകയാണ്, മെയ് 23 യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് എൻ്റെ സിനിമ ഇറങ്ങുന്നത്. ഏകദേശം ഈ ക്രൂ ഒക്കെ തന്നെയാണ് തോന്നണമെന്ന്. എന്നാലും ഒന്ന് ഓർപ്പിക്കുകയാണ്, എൻ്റെ പടത്തിലെ ഒരു ഹീറോ തന്നെയാണ് ജോണി ആനിച്ചേട്ടൻ. പിന്നെ മഞ്ജുപിള്ള ചേച്ചി, എൻ്റെ പടത്തിലെ നായിക സാരംഗി ശ്യാം, എല്ലാവരും ഉണ്ട്. ശരി, താങ്ക് യു. ഇവിടെ ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വരേണ്ടത് ഒരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ല് ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച് ദിലീപേട്ടനെ ഞാൻ കൂടി ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റിൻ ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആൽവി ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അലുനേട്ട കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിൻ്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് ബിൻഡോ. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്നും ആ ഒരു വേഷം തന്നതിൻ്റെ നന്ദി ഞാൻ അവനോട് അറിയിക്കാറുണ്ട്. ഈ സിനിമ തുടക്കം മുതൽ ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോയ്ക്കാണ്. എടാ, നിന്റെ നല്ല മനസ്സിന് ഈ പറയുന്ന, ഞാൻ ഹൃദയം കൊണ്ട് പറയാണ്, നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമ ഗംഭീരമാവും, ഒരു സംശയവും വേണ്ട, നല്ലതേ വരൂ. താങ്ക് യു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ കുറച്ച് വരാൻ ലേറ്റായി. ലിസ്റ്റിലൊന്നും എന്നെ കൺഫ്യൂസ് ആക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ്. കൺഫ്യൂസിങ് മാസ്റ്ററാണ്, അപ്പം അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം ദിലീപേട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. പടം നല്ല സക്സസ് ആവട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. അടുത്തായി മോക്ഷ. Good evening, എല്ലാവർക്കും നമസ്കാരം. Magic Frames, me being a non-Malayali, I think since long time,
from Janaganamana to Garudan, lot of wonderful movies they have created. And I can proudly say my father, and I have always been saying the same thing, we are big fans of Malayalam films. I think the entire India, the world now. So for Prince and family, all my heartiest wishes to Magic Frames, to director sir, and especially Dilip Etan. What to say about you? What to talk about you? Have been all of our favorites. I still remember few days back we met in Kochi airport. I didn't notice him. Suddenly, Moksha. Then I saw, my God, Dilip Etan himself calling me, and really means a lot, sir. And I would love to work with Magic Frames, Dilip Etan, and the entire team. All the very best, heartiest wishes. Please watch Prince and Family on 9th May. Yeah, I'm also coming to watch the show, the first day for sure. All the best. Thank you. Thank you. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം ഷാരിസ് കൊണ്ട് തന്നപ്പോൾ തന്നെ വായിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പം ഈ സിനിമ ഫുൾ രൂപത്തിൽ ചെറിയൊരു ഷോ പോലെ വെച്ചപ്പോൾ കണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ഇതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരണ്ട, എന്നാലും വിജയമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദിലീപേട്ട നമസ്കാരം. ഈ പടത്തിൽ ഞാനില്ല എങ്കിലും എൻ്റെ ആ ഒരു കെട്ടിയോളാണ്ട മലാഹ, അത് എന്നെ ഞാനാക്കിയ മൂവിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ ഈ പടം ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാവട്ടെ, ഒരുപാട് ഹിറ്റുകൾ ഇനി ഉണ്ടാവട്ടെ. ലിസ്റ്റിൽ തൊട്ടതൊക്കെ 100 മേനി കൊയ്തിട്ടുണ്ട്, അതിൽ ഇതും ഇടം നേടുമെന്ന് ഉറപ്പാണ്. എങ്കിലും ജോണിച്ചേട്ടാ, മഞ്ജു എന്നോട് അവിടുന്ന് പറഞ്ഞ്, നീ പ്രസംഗിക്കാൻ പോവാണ്, ഇത് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ എന്നെ പുകഴ്ത്തി പറയണം, മഞ്ജു മുത്താണ്, പൊന്നാണ്, സ്വത്താണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം ആണെന്ന് ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എനിക്ക് അഭിമാനം എന്ന് പറയാൻ, ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസ് റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ മകനാണ്. ഞാനും ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെയൊക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവൻ അടുപ്പിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്നും കണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോൾ പിന്നെ അവനോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ച് തരണേ എന്നൊക്കെ പറയാനും തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട, ലിസ്റ്റ് ബായ്. ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ, സനലെ, ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ട അഭിനയം. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്നാലും ഞാനും ഇപ്പോൾ ലിസ്റ്റിൻ ഫാമിലിയിൽ ഒരംഗമാണ്. അപ്പോൾ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് അവിടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും പറയാണ്, ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടൻ്റെ കൂടെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, എന്നെ അറിയാൻ വഴിയില്ല. ബിൻഡോക്കും ഷാരിസിനും എല്ലാവർക്കും പടം വലിയ ഹിറ്റാവട്ടെ. ജോണി ചേട്ടാ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൃദയത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു.
എന്തായാലും പടം വലിയ വിജയമാവട്ടെ. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദിലീപേട്ടൻ മുടി നീട്ടി നിൽക്കുന്നത് നമ്മളെ പടത്തിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കും. അപ്പോൾ താങ്ക് യു. ദിലീപിൻ്റെ പടങ്ങളിലൂടെയാണ് എൻ്റെ നിർമ്മാണ രംഗത്തുള്ള തുടക്കം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിലെടുത്ത മിക്കവാറും ഒരു 90% പടങ്ങളും ഓടിയിട്ടുണ്ട്, കാശ് കിട്ടിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഉറപ്പാണ് ഈ സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു ഈ സിനിമ കഥ കേട്ട് വളരെ ഇഷ്ടമായി. പിന്നെ പുതിയ ആൾക്കാരെ പറ്റിയും പറഞ്ഞു. എന്തായാലും ഈ സിനിമ ഓടേണ്ടത് എൻ്റെ വലിയൊരു എന്താ പറയുക, ആവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പം എല്ലാവിധ ആശംസകളും. ഇതുപോലെ തന്നെ ഈ പടത്തിലൂടെ അരങ്ങേറ്റി കുറിക്കുന്ന കുറച്ചധികം പ്രിൻസ് ആൻഡ് ഫാമിലി എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. എൻ്റെ ഫസ്റ്റ് മൂവി സ്റ്റെഫി സേവിയർ ഡയറക്റ്റ് ചെയ്ത മധുരം മനോഹര മോഹം എന്ന മൂവിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇതുവരെ ആരും ഇവിടെ പറയാത്തൊരു പേരാണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പോല. ബിനോയ് ചേട്ടനാണ് എൻ്റെ ഫസ്റ്റ് നന്ദി. കാരണം ബിനോയ് ചേട്ടനെ ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഫസ്റ്റ് തിയേറ്റർ ബാച്ചിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരനാണ് ബിനോയ് ചേട്ടൻ. അപ്പം ഞാനവിടെ തിയേറ്റർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കുന്ന പേരുകളിൽ ഒരു പേരായിരുന്നു ബിനോയ് ചേട്ടൻ്റെ. അപ്പം ബിനോയ് ചേട്ടൻ്റെ കൂടെ തന്നെ ഈ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്തതിന് ബിനോയ് ചേട്ടന് ഒരുപാട് താങ്ക് യു. പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച് സർ. ഞാനൊരു പുതുമുഖം തന്നെയാണ്. അപ്പം ഇവിടെ ഡയറക്ടർ മാത്രമല്ല, ഒരുപാട് പുതുമുഖ ആക്ടേഴ്സിനും കൂടി നല്ലൊരു അവസരം കൊടുക്കുന്ന പ്രൊഡ്യൂസറാണ് സർ. താങ്ക് യു സർ. ദിലീപേട്ട, ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഒരു സ്റ്റാർ സ്ട്രക്കില്ലേ, ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. അപ്പം ആളുടെ കൂടെ ഫസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ഉള്ള ഒരു വണ്ടർ മാറിയിട്ടാണ് പിന്നെ ബിൻഡോ ചേട്ടൻ ആക്ഷൻ പറഞ്ഞത്. അപ്പം ആ ഒരു മൊമെൻ്റ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. ബിൻഡോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്നെ ഈ മൂവിയിൽ ഒരു ഭാഗമാക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. ഷാരിസ്ക, ഈ പടത്തിൻ്റെ റൈറ്റർ. എനിക്ക് ആക്ച്വലി ഞാൻ റൈറ്റർ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിൽ തോന്നിയത് ഷാരിസ്ഖാനെ കണ്ടപ്പോഴാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലൊരു വിഷൻ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് ഒരു റൈറ്ററിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടർ, പിന്നെയാണ് അതൊരു ആക്ടറിലേക്ക് വരുന്നത്. അപ്പം ഷാരിസ്ഖ ഓരോ സീനും, ഈവൻ ഓഡീഷൻ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്ന ആ ഒരു, ഇവിടെ നമ്മളെല്ലാവരും കേട്ട് ഷാരിസ്ഖ എങ്ങനെയാണ് സീനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ഞാനതൊരു കോമഡി രൂപത്തിലല്ല പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് ഫ്രം മൈ ഹാർട്ട് പറയാണ്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു ഷാരിസ്ഖയ്ക്ക് വളരെ വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ആ ഒരു വിഷനിലാണ് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയത്. അപ്പം താങ്ക് യു സോ മച്ച് ഷാരിസ്ഖ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ. പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്ത കോ ആക്ടേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്തതിൽ. മെയ് 9 എല്ലാവരും സിനിമ പോയി കാണണം. നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പരിപാടികൾക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവരും സംസാരിച്ചു. നിങ്ങളുടെ വിലയേറിയ കുറേ സമയം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ കൊച്ചു ലോഞ്ച് പരിപാടിക്ക് ചെലവഴിച്ചു. ഞാൻ ആദ്യം ആ സമയത്തിന് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ടീമിൻ്റെ മുഴുവൻ പേരുടെയും പേരിലുള്ള നന്ദി പറയുകയാണ്. മാജിക് ഫ്രെയിംസിൻ്റെ പേരിൽ ഇപ്പോൾ അണിയറയിലൊരു 5 സിനിമയും കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ കഥ കേൾക്കുക, പ്ലാൻ ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, ഹീറോയിനെ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടേക്ക് ചെയ്യുന്നത് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ടീമാണ്. സന്തോഷ് ആയിക്കോട്ടെ, അഖിലായിക്കോട്ടെ. അപ്പോൾ അവർക്ക് ഓരോ പ്രോജക്റ്റ് ഇങ്ങനെ മാറി മാറി കൊടുത്ത് പിന്നെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാണ് സന്തോഷും അഖിലും ആ പ്രോജക്റ്റുകൾ ചെയ്തു തരുന്നത്. അപ്പം എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടിട്ടാണ് മാജിക് ഫ്രെയിംസിന് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ മാജിക് ഫ്രെയിംസിൻ്റെ സന്തോഷും പിന്നെ ബബിനുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട്, ഡിസ്ട്രിബ്യൂഷൻ ഹെഡായിട്ട് ബബിനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു പറ്റം ടീമുകളുണ്ട്. അക്കൗണ്ട്സിലുള്ള ആളായിക്കോട്ടെ, ഓഫീസിലുള്ള ആളുകളായിക്കോട്ടെ, ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണമാണ് മാജിക് ഫ്രെയിംസിനെ ഇങ്ങനെ ഒന്നിൻ്റെ പുറകിൽ ഒന്നൊന്നായി ഇങ്ങനെ വളർത്തിക്കൊണ്ടിട്ടിരിക്കുന്നത്. സോ അവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സോ വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങൾ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് നമ്മൾ ഓരോ ഇതിൽ പറയുന്ന പോലെ ഷെയർ ചെയ്യണം. എന്താണ് മൗത്ത് ടോക്കാണ് ഏറ്റവും വലിയ ഒരു സിനിമയുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ദിലീപേട്ടൻ്റെ 150ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വലിയ ഫങ്ഷനായിട്ട് എല്ലാ മറ്റ് ആർട്ടിസ്റ്റുകളെ ഒക്കെ വിളിച്ച് നടത്താം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ പിന്നീട് അങ്ങ് പോയി കഴിയുമ്പോൾ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ വലിയ ഹൈപ്പുകൾ കൊണ്ടുവന്നിട്ടല്ലോ നമ്മളിപ്പോൾ ഇവൻ ചെയ്യുക. ഇതൊരു ഫാമിലി സിനിമ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതിനെ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സാധനവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇതിനൊരു ട്രെയിലർ ഇല്ല. ഒരു കുട്ടി ചെറിയ 1-2 ടീസറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇതുവരെ ഞങ്ങൾക്ക് വിടാനായിട്ട് പറ്റിയത്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അതിന്റെ ഒരു കൊച്ചു പോരായ്മ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ അധികം പോസ്റ്റേഴ്സ് പോലും ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. കാരണം എല്ലാം ആ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഷാരിസും ബിൻഡോയൊക്കെ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് അവരുടെ തീരുമാനമാണ് ഈ പ്രോഗ്രാം ഒരു ചെറിയ പ്രോഗ്രാമായി മാറ്റേണ്ടത്. അപ്പം ചെറിയ ആ പ്രോഗ്രാം തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. സോ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയുന്നു, വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ വാക്കുകൾ പറയുന്നു. ഇന്ന് ഒരു ചെറിയ കാര്യങ്ങൾ, ഇതല്ല ഈ പരിപാടികൾ ഇന്നിവിടെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു.